മക്കളെ ഹലോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ചോദ്യം നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ് ആ ചോദ്യം? ഓഫ് കോഴ്സ് നമുക്ക് കാറിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട് അല്ലേ. നമുക്കതിൽ ഇങ്ങനെ ഓരോ കാറാവട്ടെ, നമ്മുടെ ബസ്സാവട്ടെ, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തുണ്ട് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ പഠിക്കുന്നത് നമ്മുടെ കാറിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മളൊരു കാറിനെ കുറിച്ച് എഴുതാം? ഇപ്പം മിസ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ബ്ലൂ കാർ മിസ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നോക്കുക, നിങ്ങൾ മിസ് സെലക്ട് ചെയ്ത കാർ ഏതാണ്? ഇറ്റ് ഈസ് ബ്ലൂ ആണ്. ഞാൻ ബ്ലൂ ആണ് എടുത്തത്. ഓക്കെ, ബ്ലൂ എടുത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ഹെഡിങ് എഴുതി, കാർ എന്നുള്ള ഹെഡിങ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്താ സെൻറ്റൻസ് പറയുന്നേ? ദിസ് ഈസ് എ കാർ. ഇതെന്താണ്? ഇത് ഒരു കാറാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ദിസ് ഈസ് എ ബ്ലൂ കാർ. ഇതെന്താണ്? ഒരു ബ്ലൂ കാറാണ്. ദിസ് ഈസ് എ ബ്ലൂ കാർ. ഇതെന്താണ്? ഒരു ബ്ലൂ കാറാണ്. ദിസ് ഈസ് എ ബിഗ് ബ്ലൂ കാർ. ഇതെന്താണ്? ഒരു ബിഗ് ബ്ലൂ കാറാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്ത്, ഇത് നീല കാറാണ്, പക്ഷെ ഇത് നീല നിറത്തിലുള്ള വലിയ കാറാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാണ് ദിസ് ഇസ് ബിഗ്. ഇത് വലിയ കാറാണ്. ദിസ് ഇസ് ബിഗ് ബ്ലൂ കാർ. ഇത് വലിയൊരു നീല നിറത്തിലുള്ള വലിയ കാറാണ് കേട്ടോ. ഈ കാറിന് ഹാസ് 4 വീൽസ് അല്ലേ. 1 2 3 4 അല്ലേ. 4 വീൽസ് ഉണ്ട്. ഫ്രണ്ടിൽ 2 വീൽസ്, ബാക്കിൽ 2 വീൽസും 4 വീൽസ് ഉണ്ട് ഈ കാറിന് എന്ന് പറയാണല്ലേ. അപ്പൊ നോക്ക്, ദിസ് ഈസ് എ കാർ, ദിസ് ഇസ് എ ബ്ലൂ കാർ, ദിസ് ഇസ് എ ബിഗ് ബ്ലൂ കാർ, ദിസ് ബിഗ് ബ്ലൂ കാർ ഹാസ് 4 വീൽസ് അല്ലേ. എന്താ പറയുന്നത്? ഇതൊരു കാറാണ്. ഈ കാറിന് എന്തിൻ്റെ നിറമാണ്? നീല നിറമാണ് അല്ലേ. ഈ നീല നിറത്തിലുള്ള കാറ് വലിയ കാറാണ്. ഈ നീല കാറിന് എത്ര ചക്രങ്ങളുണ്ട്? 4 ചക്രങ്ങളുണ്ട്. ഇതേപോലെ നമുക്ക് ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ നമ്മൾ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് സിഗ്നൽ ലൈറ്റ്സ് പഠിക്കാനുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും കേട്ടോ. എക്സാമല്ലേ വരുന്നത്. വി വിൽ മേക്ക് ഇറ്റ് സെറ്റ്. ഓക്കെ.